ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് ധാരണയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളുടെ തീരുവ 25% നിന്ന് 18% കുറയ്ക്കുമെന്നുമാണ് പ്രഖ്യാപനം. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് അറിയിച്ചു. അതേസമയം എക്സിലൂടെ നന്ദി അറിയിച്ച് നരേന്ദ്രമോദിയും രംഗത്ത് വന്നു. രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഗുണകരമെന്നും നിരവധി സഹകരണ സാധ്യതകൾ തുറക്കുമെന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സ്വപ്ന ചേരുന്നുണ്ട്. സ്വപ്ന, ഏറെ ദിവസത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കരാർ തന്നെ നമുക്ക് പ്രാവർത്തികമാകുന്നത്. പക്ഷെ അപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഇതിനെക്കുറിച്ചൊരു പരാമർശം നടത്തിയില്ല എന്നതാണ് പ്രധാനമായ ഒരു ആക്ഷേപം. എന്താണ് ഇപ്പോഴും നിലനിൽക്കുന്ന അവ്യക്തത? ഗുഡ് മോർണിംഗ് ലിജിൻ. എന്തായാലും ഇന്നത്തെ ഈ ഒരു രാവിലെ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ വിപണികൾക്ക് ആവേശം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ടാണ്. അതായത് നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന ചർച്ചകൾക്കൊക്കെ ശേഷം ഒരു സുപ്രധാന കരാറുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു കരാറിലേക്ക് നമ്മൾ കടന്നു ചെന്നത്. അതേ ആഴ്ച തന്നെ അമേരിക്ക എന്ന സാമ്പത്തിക ശക്തിയുമായി വീണ്ടും ഒരു കരാറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കരാർ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നതാണ്. ആദ്യമായി ഒരു പ്രഖ്യാപനം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നതാണ്. കഴിഞ്ഞ ദിവസം മോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി മോദിയുടെ അഭ്യർത്ഥന പ്രകാരം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം താരിഫ് കുറയ്ക്കുന്നതിനും ഒപ്പം ഇന്ത്യയുടെ താരിഫ് ഇതര തടസ്സങ്ങൾ ഇതെല്ലാം 0 കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു വ്യാപാര കരാർ, അതിന് മോദി സമ്മതിക്കുകയായിരുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുത്ത സൗഹൃദം താൻ കാത്തു സൂക്ഷിക്കുന്നു. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ കരാർ ഏറ്റവും വേഗത്തിലാകാൻ സഹായിച്ചത് എന്നും അദ്ദേഹം പറയുവാണ്. എന്തായാലും ഇന്ത്യയുമായി ഇത്തരത്തിൽ മികച്ച ഒരു കരാറിൽ എത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഒരു കരാറിന്, അമേരിക്കയുമായുള്ള ഈ ഒരു കരാറിന് എല്ലാ കാലവും തടസ്സമായി നിന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത്, ഒപ്പം ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം റഷ്യയിൽ നിന്ന് വാങ്ങുന്നതും ഇറാനിൽ നിന്ന് വാങ്ങുന്നതും അടക്കം നിർത്താൻ ഇന്ത്യ ഒരു ധാരണ ആയി. ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യാപാര കരാറിൽ തീരുവ 25% നിന്ന് 18% കുറയ്ക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, എല്ലാ കാലവും ഈ പറഞ്ഞതുപോലെ ഈ കരാറുകൾ സംബന്ധിച്ച ചർച്ചകൾ പല ഘട്ടങ്ങളിലും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ട്രംപിൻ്റെ ഒരു പ്രതികരണം വന്നതോടെ ഒരു ടെലിഫോൺ കോളിൽ രാവിലെ മോദിയുമായി സംസാരിക്കുന്നു. ആ സമയത്ത് മോദിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അഭ്യർത്ഥന ഉണ്ടാകുന്നു. ഈ കാര്യം സംബന്ധിച്ച്, കരാർ സംബന്ധിച്ച ഒരു ധാരണയിലെത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു സ്ഥിരീകരണം പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഈ ട്രംപിൻ്റെ പോസ്റ്റിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് നന്ദി അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഈ വ്യാപാര കരാർ ആയി എന്ന് ഇനിയും സ്ഥിരീകരിക്കാതെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നാണ് എടുത്തു പറയേണ്ടത്. ഈ വ്യാപാര കരാർ എന്ന ഒരു വാക്കോ പരാമർശമോ ഈ പോസ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ ട്രംപിൻ്റെ ഈ ഒരു നേതൃത്വം ലോക സമാധാനത്തിന് സഹായകരമാണ്, ഒപ്പം ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങളെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറയുന്നു. മാത്രമല്ല, 2 സാമ്പത്തിക വ്യവസ്ഥകൾ ഒന്നിച്ചു വരുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമാണ് എന്നും ഒപ്പം ഈ ഒരു അത്ഭുതകരമായ പ്രഖ്യാപനം, അതിന് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ പേരിൽ താൻ ട്രംപിനെ നന്ദി അറിയിക്കുന്നുവെന്നും മോദി എക്സിൽ കുറയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇടപാട്, പ്രതിരോധ ഇടപാടുകൾ, ഇതിൻ്റെയൊക്കെ പേരിലാണ് ഇന്ത്യക്ക് 50% നേരത്തെ അധിക തീരുവ ട്രംപ് ഏർപ്പെടുത്തിയത്. എന്തായാലും ഇതെല്ലാം ഈ ഒരു കരാർ ധാരണയിലെത്തിയതോടെ ഇല്ലാതാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങൾ തമ്മിൽ കടുത്ത വ്യാപാര നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു. അതിനെല്ലാം ഈ ഒരു കരാറോടെ ഇളവ് വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇതിൻ്റെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. എന്തായാലും പുതിയ കരാർ അനുസരിച്ച് അമേരിക്കയിൽ $500 ബില്യൺ ഇന്ധനവും സാങ്കേതികവിദ്യയും ഇന്ത്യ വാങ്ങാനുള്ളൊരു തീരുമാനമാണ്. പക്ഷേ റഷ്യൻ എണ്ണയ്ക്ക് പകരമായി വെനിസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ അമേരിക്ക അനുമതി നൽകിയത്. നമുക്കറിയാം, അമേരിക്ക വെനിസ്വേല ആക്രമിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള ട്രംപിൻ്റെ തന്ത്രം എന്താണ് എന്നൊരു പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് തന്നെയാണ്. ലോകമെമ്പാടും ഒരു പ്രമുഖ എണ്ണ കച്ചവടക്കാരനായി മാറുക എന്ന അമേരിക്കയുടെ ആ ആഗ്രഹമാണ് ഒരുപക്ഷെ ഒരു പരിധിവരെ സഫലമായിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും ട്രംപിൻ്റെ താരിഫുകൾ പ്രാബല്യത്തിൽ വന്നതോടെ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ
ഇന്ത്യയുടെ കയറ്റുമതി വളരെ വല്ലാതെ ഇടിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. അതൊക്കെ ഇപ്പോൾ കടന്നു പോകാൻ എന്തായാലും ഈ ഒരു കരാർ പ്രഖ്യാപനത്തിലൂടെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു, ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു. യുക്രൈനിലെ യുക്രൈനിലെ വിഷയങ്ങളടക്കം ഈ കാര്യത്തിൽ സംസാരിച്ചു എന്നതടക്കം US അംബാസഡർ സെർജിയോ ഗോർ അത് സംബന്ധിച്ച് ഒരു ഉറപ്പ് തരുന്നുണ്ട്. എന്തായാലും കരാർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക എന്നാണ് ഈ അംബാസഡർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിലനിരുന്ന ഈ ഒരു അനിശ്ചിതത്വങ്ങളെല്ലാം നീങ്ങി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. പ്രധാനമായും കൃഷി, ഒപ്പം വസ്ത്രവ്യാപാരം, ഓട്ടോമൊബൈൽ, ഈ മേഖലകളിലെല്ലാം, ഓട്ടോമൊബൈൽ പാർട്സ്, ഇതിലെല്ലാം ഇന്ത്യൻ കയറ്റുമതിക്ക് ഈ ഒരു പുതിയ തീരുമാനം വലിയ രീതിയിലുള്ള ആശ്വാസകരം. മാത്രമല്ല ഈ ശീതീകരിച്ച ഇറച്ചി, പഴവർഗ്ഗങ്ങൾ, ഇതിൻ്റെയൊക്കെ കയറ്റുമതിയിൽ 90% ഇളവുകൾ ലഭിക്കുമെന്ന സൂചനയാണ് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ വിപണിയിലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരും ഇതിന് പിന്നാലെ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ അമേരിക്ക ഈ ഒരു കരാർ ധാരണയിലെത്തുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായാൽ എന്നാണ് ഇപ്പോഴും പറയുന്നത്. കാരണം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും ഇനിയും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്, റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇടപാടുകൾ എണ്ണ വാങ്ങുന്നത്, ഇതൊക്കെ നിർത്തി, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ട്രംപ് സോഷ്യൽ മീഡിയ പറയുന്നു. അതിന് എക്സിൽ നന്ദി മാത്രം അറിയിക്കുന്നു, കരാറിന് യാതൊരു പരാമർശവും ഇല്ലാതെ. സോ അതുകൊണ്ട് തന്നെ ഈ കരാർ യാഥാർത്ഥ്യത്തിലായാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി അമേരിക്ക മാറുമെന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ഒരു കരാർ പ്രഖ്യാപിച്ച് ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു ശേഷം അമേരിക്കൻ വിപണികളിൽ വലിയ രീതിയിലുള്ള ഉണർവ് ദൃശ്യമാണെന്നും നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. ലിജിൽ, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രംപിന് നരേന്ദ്രമോദി കീഴ്പ്പെട്ടു എന്നുള്ള വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ വ്യാപാര കരാർ ആദ്യം പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഇതിനു മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു സംഘർഷ സമയത്തും താൻ ഇടപെട്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്, അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവന്നത് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചത് ട്രംപായിരുന്നു. അന്നും കോൺഗ്രസും പ്രതിപക്ഷവുമൊക്കെ ശക്തമായി ഒരു മറുവാദം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല എന്ന കാര്യമൊക്കെ ഉയർത്തുകയുണ്ടായി. സമാനമായ രീതിയിലും ഈ വിഷയവും ഇന്ന് പാർലമെന്റിൽ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും ലിജിൻ, എപ്പോഴും ഈ ട്രംപ് പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് അവിശ്വസനീയതയുടെ ഒരു അംശം എപ്പോഴും, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടാകുന്ന പല ഇഷ്യൂസിലും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലും തങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് അമേരിക്ക പലവട്ടം പല വേദികളിൽ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു കാലത്തും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൻ്റെ ഈ ഒരു വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുമ്പോഴും, അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മോദിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം എന്തായാലും ഇല്ല എന്നതാണ് പ്രതിപക്ഷം ഏറ്റവും വലിയ ആയുധമാക്കി ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ഈ വിവരങ്ങൾ സംബന്ധിച്ച്, ഇപ്പോൾ ഈ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടേക്കും. സ്വാഭാവികമായും പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കാരണം ഈ എക്സിലൂടെ നന്ദി അറിയിച്ചു എന്നതിനപ്പുറം കരാർ സംബന്ധിച്ച ഒരു വിവരങ്ങളും പുറത്തുവിട്ടില്ല. സ്വാഭാവികമായും ഈ കരാർ സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ആണ് ഒരു ആദ്യ പ്രഖ്യാപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് പ്രതിപക്ഷം എന്തായാലും സ്വാഭാവികമായും പാർലമെന്റിൽ ഇത് ചോദ്യം ചെയ്യിക്കും. നേരത്തെ തന്നെ പ്രധാനമന്ത്രി ട്രംപിന് കീഴടങ്ങിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചിരുന്നു. മുൻപും പല കാര്യങ്ങളിലും, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള പല കാര്യങ്ങളിലും ഇതേ ഒരു നിലപാട് കോൺഗ്രസ് പ്രതിപക്ഷമടക്കം പാർലമെന്റിലടക്കം സ്വീകരിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അതേസമയം ഇന്നും ഇപ്പോൾ പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പ്രസ്താവന, അതിൽ പാർലമെന്റ് വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം. ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ വ്യക്തമായ ഒരു ഉത്തരവ് ലഭിച്ചിരുന്നില്ല എന്നൊരു കുറിപ്പ് കഴിഞ്ഞ ദിവസം രാഹുൽ പാർലമെന്റ് പുറത്തുവിടുകയായിരുന്നു. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ വിശദീകരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഇവരൊന്നും ഈ പുറത്തു വരാത്ത, പ്രകാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് സഭയിൽ ഉന്നയിക്കാൻ സാധിക്കുന്നത്, അത് ചട്ടവിരുദ്ധമാണ് എന്ന് ആവർത്തിച്ച് രാജ്നാഥ് സിംഗും അമിത്ഷായും ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്നാൽ ഈ കാരവൻ മാഗസിൻ, അതിൽ വന്ന റിപ്പോർട്ട് അതനുസരിച്ചിട്ടാണ് താൻ ഇത് പറയുന്നത് എന്ന് പറഞ്ഞായിരുന്നു രാഹുലിൻ്റെ ഒരു തിരിച്ചടി. എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ കഴിഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു വാക്പോരിനൊക്കെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സാക്ഷ്യം വഹിച്ച് നമ്മൾ കണ്ടതാണ്. നരവന, നമുക്കറിയാം, മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവൻ എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചു. ഇതായിരുന്നു പ്രധാനമായും ഭരണപക്ഷത്തെ
വളച്ചൊടിപ്പിച്ചതും എന്തായാലും ഇത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഭരണപക്ഷം ഇതിനെ എതിർക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി വീണ്ടും പ്രസംഗം തുടരാൻ ശ്രമിച്ചു. ഈ പുസ്തകം ഇറക്കാൻ നരവനെ സർക്കാർ അനുവദിച്ചില്ല എന്നാണ് രാഹുൽ പ്രധാനമായും ഈ സഭയിൽ ആരോപിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധിയും അമിത്ഷായും തമ്മിലുള്ള ആ ഒരു നേർക്കുനേർ പോരിനാണ് കഴിഞ്ഞ ദിവസം ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ഈ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് പലതവണ ഓഫാക്കുകയായിരുന്നു. ഇതെല്ലാം വലിയ പ്രതിഷേധത്തിന് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കാരണമായി. ഈ ആധികാരികമല്ലാത്തവ സഭയിൽ വായിക്കരുത് എന്ന സഭാചട്ടം അത് പാലിക്കണമെന്നാണ് സ്പീക്കർ ഓം ബിർള വീണ്ടും ആവശ്യപ്പെട്ടത്. പക്ഷേ തൻ്റെ കയ്യിലുള്ള മാഗസിനാണ് വായിക്കുന്നതെന്ന് പറഞ്ഞു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഈ സ്പീക്കറുടെ നടപടിയെല്ലാം ചോദ്യം ചെയ്തതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ഇത് സമാനമായ തടസ്സങ്ങൾ ഇന്നും ഇപ്പോൾ നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പും പ്രതിപക്ഷം നൽകിയിട്ടുണ്ട്. പലതവണ കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ടു. അതിൻ്റെയൊക്കെ ഒരു ആവർത്തനം ഒരുപക്ഷേ ഇന്നിപ്പോൾ നമുക്ക് പാർലമെന്റിൽ കാണാൻ സാധിക്കും. ലിജിൻ.